രേണുസുധിയുടെയും കിച്ചുവിൻ്റെയും പല വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊട്ടാകെ നിറഞ്ഞു നിൽക്കുന്നത്. കിച്ചു രേണുസുധിയെ ഇതുവരെ കാണാൻ പോയിട്ടില്ല എന്നും കിച്ചു കാണാൻ പോകുന്നില്ലെന്നും ഇത്രനാൾ എടുത്തു വളർത്തിയതിന് ഒരു നന്ദി പോലും ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം മറ്റൊരു വീഡിയോയാണ് രേണുസുധി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് തക്കതായ രീതിയിലുള്ള മറുപടിയുമായിട്ടാണ് കിച്ചു ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഞാൻ നിങ്ങൾ പറഞ്ഞ അമ്മയുടെ സ്നേഹം ഇതുവരെ അനുഭവിച്ചിട്ടില്ല. ഒരു 2 വയസ്സ് മാത്രമേ എനിക്ക് അമ്മ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഉണ്ടായിരുന്നത് അമ്മയായിരുന്നില്ല. നിങ്ങൾ എടുത്തു വളർത്തി എന്ന് പറഞ്ഞ ആ സ്ത്രീ കാണിച്ചു കൂട്ടിയ വീഡിയോകളാണ് ഈ മകൻ കണ്ടത്. ഇത് കണ്ടപ്പോൾ ഞാൻ അവരോട് ചോദിച്ചതാണ്, എന്തൊക്കെ വൃത്തികേടാണ് ഈ ചെയ്യുന്നതെന്ന്. എനിക്ക് മാസം അതിൽ നിന്ന് 2-2.5 ലക്ഷം രൂപ വരുമാനമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്താലും എന്താണ് പ്രശ്നം എന്നാണ് എന്നോട് അവർ ചോദിച്ചത്. അതോടുകൂടി അവരുമായുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ചതാണ്. ഇനി അങ്ങോട്ട് അവരില്ല എന്ന് തന്നെ വിചാരിച്ചതാണ്. എന്നിട്ടും കാണാൻ പോയത് എൻ്റെ മര്യാദ. ഇത്തരം കാര്യങ്ങളൊന്നും ഒരിക്കലും പറയണമെന്ന് വിചാരിച്ചതല്ല. പക്ഷേ അവരെക്കുറിച്ച് ഇത്രയും അധികം നെഗറ്റീവ് കേട്ട് ഈ ഒരു മകൻ അനുഭവിച്ച വിഷമങ്ങൾ ഒന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല. അവരുടെ മകൻ എന്ന പേരിൽ എത്രമാത്രം ആക്ഷേപമാണ് കേട്ടതെന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ ഒരിക്കലും പറയണമെന്ന് വിചാരിച്ചതല്ല. പക്ഷേ ഇങ്ങനെയൊക്കെ പറഞ്ഞതിൽ എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. അവരുടെ മകൻ എന്ന പേരിൽ എത്രമാത്രം ആക്ഷേപം കേട്ടിരിക്കുന്നു എന്ന് എനിക്ക് മാത്രം അറിയാം. ഇനി ആരും തന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെയുള്ള വാർത്തകളൊന്നും ഇടരുതേ എന്നാണ് നമ്മുടെ കിച്ചു പറയുന്നത്. മാത്രമല്ല, രേണുസുധിക്കെതിരെ ഇത്രയും ഓപ്പണായി കിച്ചുവിൻ്റെ ഒരു വീഡിയോ ഇത് ആദ്യമായിട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. അതും ഈ വയ്യാതിരിക്കുന്ന അവസ്ഥയിൽ ഇത് ആളുകൾ എങ്ങനെ എടുക്കുമെന്ന് പോലും കിച്ചുവിന് ഒരു ധാരണയില്ലാത്ത പോലെയുണ്ട്. എന്തായാലും ഈ ഒരു സാഹചര്യം അവൻ എങ്ങനെ നേരിടുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കാരണം ഇത്രയും ഒരു വൈറലായിക്കൊണ്ടിരിക്കുന്ന കിച്ചുവിൻ്റെയും രേണുസുധിയുടെയും വാർത്തകളാണ് ഒട്ടുമിക്ക ആൾക്കാരും ഇപ്പോൾ വൈറലാക്കി കൊണ്ടുപോയിരിക്കുന്നത്. ഓരോ ഇൻഫ്ലുവൻസേഴ്സ് ആകട്ടെ, അതുപോലെ തന്നെ വാർത്തകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നവരാകട്ടെ, ഈ ഒരു രീതിയിലുള്ള വാർത്തകൾ പല രീതിയിലും കിച്ചുവിനെ സപ്പോർട്ട് ചെയ്തും ചിലർ നമ്മുടെ രേണുസുധിയെ സപ്പോർട്ട് ചെയ്തുമാണ് ഇപ്പോൾ പുറത്ത് വിട്ടിരിക്കുന്നത്. എന്തായാലും രേണുവിൻ്റെ അസുഖം മാറണമെന്നും കിച്ചുവിന് അമ്മയുടെ സ്നേഹം പഴയതുപോലെ കിട്ടണമെന്നുമുള്ള പ്രാർത്ഥനയിലാണ് മലയാളി പ്രേക്ഷകർ. കിച്ചു ഋതപ്പന് വേണ്ടിയിട്ടും കിച്ചുവിന് വേണ്ടിയിട്ടും തിരിച്ചു പൂർണ്ണാധികം ശക്തിയോടെ ആരോഗ്യത്തോടെ തിരിച്ചു വരണം എന്നുള്ള എല്ലാവരുടെയും പ്രാർത്ഥന, മലയാളി പ്രേക്ഷകരുടെ പ്രാർത്ഥനയുണ്ട്. എന്നാൽ പോലും മിക്കവരും പറയുന്നത് രേണുസുധിയുടെ അസുഖം തന്നെയാണ് ഇപ്പോൾ മൂർച്ഛിച്ചിരിക്കുന്നത്.